السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ശാരീരികമായ സുഖമില്ലായ്മ കാരണം വേദിയിലേക്ക് കയറാൻ പ്രയാസപ്പെട്ട് സദസ്സിൽ ഇരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാധരണീയനായ അധ്യക്ഷൻ ടി.കെ. മുഹ്യിദ്ദീൻ ഉമരി, ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദത്തിന്റെ അടുത്തും അകലെയുമായി ഈ പ്രഭാഷണം വളരെ ശ്രദ്ധയോടുകൂടി ഗുണകാംക്ഷയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചു ചേർന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീന് നേർക്കുനേരെ സംസാരിക്കുവാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വേദിയിലാണ് നാം ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ സമ്മേളനം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി വിവിധങ്ങളായ പരിപാടികൾ നാടിന്റെ നാനാഭാഗങ്ങളിലും നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി 3 ദിവസങ്ങളിലായി ഇവിടെ നടന്ന പ്രഭാഷണ പരിപാടിയുടെ സമാപന ദിവസമാണ് 4ാം ദിവസമായ ഇന്ന്. ഉത്ബോധനങ്ങളോട് 3 വിധത്തിൽ ആളുകൾ പ്രതികരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന്, കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ കേട്ട കാര്യം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ ഒഴിച്ചു കളയുന്നവരാണ്. അത്തരം ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവർ ചെവിയിലെന്തോ അടപ്പിട്ടടച്ചവരെ പോലെയാണ്. അത്തരം ആളുകൾക്ക് നിന്ദ്യകരമായ അവസ്ഥയാണുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവർ കാര്യങ്ങൾ കേൾക്കും, എന്നാൽ കേട്ടതിന് ശേഷം അതിൽ തന്റെ ഇച്ഛയ്ക്കും ബുദ്ധിക്കും കഴിയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും സ്വീകരിക്കാൻ പ്രയാസമുള്ളവയെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പരിഹസിച്ച് തള്ളിക്കളയുകയും ചെയ്യുന്ന സ്വഭാവം. വഇദാ അലിമ മിൻ ആയാതിനാ ശൈഅ ഇത്തഖദഹാ ഹുസുവ.
അവർ കാര്യങ്ങൾ അറിയും, എന്നിട്ട് അതിനെ അങ്ങ് പരിഹസിച്ച് തള്ളിക്കളയും. ഈ രണ്ട് വിഭാഗത്തിലും നാം ഉൾപ്പെടാൻ പാടില്ല. ഏത് വിഭാഗത്തിലാണ് ഉൾക്കൊള്ളേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിലൂടെ ഓർമ്മപ്പെടുത്തി. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ അവരുടെ ഈമാനത അങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അതെ, ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ വന്നതുപോലെയല്ല തിരിച്ചു പോവുക. ആ കേട്ട കാര്യത്തിൽ നിന്നും തന്റെ ജീവിതത്തിൽ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുവാനും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ഏതെങ്കിലും തിന്മകളെ സംബന്ധിച്ച ആ പ്രഭാഷണത്തിൽ നിന്ന്, ആ ആയത്തുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇല്ല, ഇനി ഞാനത് ആവർത്തിക്കുകയില്ല എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി തിരിച്ചു പോകാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ, സത്യം പറഞ്ഞവർ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദത്തിന്റെ പരിധിയിലുള്ള മുഴുവൻ സഹോദരങ്ങളോടും വളരെ സ്നേഹപൂർവ്വം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ആയത്തുകൾ അള്ളാഹുവിന്റെ കലാമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു പുതിയ നന്മ എനിക്ക് വളർത്തണം, എന്റെ നിലപാടിൽ ഒരു മാറ്റം വരുത്തണം. ഞാൻ ഇപ്പോഴെങ്ങനെയാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ ജീവിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്വർഗപ്രവേശനം ലഭിക്കാൻ സഹായകമാകുന്ന ഏതൊരു ജീവിത രീതിയാണോ ഞാൻ സ്വീകരിക്കേണ്ടത്, ഏതൊരാദർശമാണോ ഞാൻ ഉൾക്കൊള്ളേണ്ടത്, ഏതൊരു നിലപാടിലൂടെയാണോ ഞാൻ മുന്നോട്ട് പോകേണ്ടത്, ആ നിലപാടിലേക്ക് കൃത്യമായി കടന്നു വരാൻ, അത് നെഞ്ചിലേറ്റാൻ, അതിന്റെ വക്താവായി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക എന്നതാണ് മുഅ്മിനുകളായ സ്വർഗപ്രവേശത്തിന്റെ ആളുകൾക്കുള്ള പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതല്ലാതെ എന്ത് കേട്ടാലും എങ്ങനെ കേട്ടാലും ഞാൻ പോകുന്നത് പോലെ മാത്രമേ പോവുകയുള്ളൂ, ഇന്നും ഇന്നലെയും സുബഹിക്ക് പള്ളിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ നാളെയും എത്താത്ത ഒരവസ്ഥ, സകാത്ത് കൊടുക്കുന്നിടത്ത് ഇപ്പോഴും വീഴ്ച വരുത്തുന്നയാളാണെങ്കിൽ ഇതെല്ലാം കേട്ടതിന് ശേഷവും ആ രൂപത്തിൽ തന്നെ തുടരുന്ന അവസ്ഥ, അങ്ങനെ ഒരു മാറ്റവുമില്ലാത്ത ഒരു രീതിയാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ് ഉണ്ടാക്കുക എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന ആമുഖത്തോടുകൂടി ഞാൻ വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഏതാനും ചില കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ജീവിതത്തിന്റെ സുഖമെന്ന് പറയുന്നത്? എന്താണ് ജീവിതത്തിൽ ഐശ്വര്യമെന്ന് പറയുന്നത്? ഈ ചോദ്യത്തോട് വിവിധ മറുപടികൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടാകും. എന്താണ് സുഖം? എന്താണ് ഐശ്വര്യം? ആളുകൾ അങ്ങാടിയിൽ നിന്ന് കണ്ടാൽ എങ്ങനെയുണ്ട് വിശേഷം, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ഉടൻ പറയാറുള്ള മറുപടി അൽഹംദുലില്ലാഹ്, റാഹത്താണ്. എന്നിട്ട് പറയും അതിന് ഉദാഹരണമായി. എന്താ ഉദാഹരണം? എന്റെ പഠനമൊക്കെ നല്ല രീതിയിലൊക്കെ അവസാനിച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല, പഠനം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശരിയായി, അങ്ങനെ ഒരു വിവാഹം കഴിച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് കുഞ്ഞുങ്ങളായി, എനിക്ക് സ്വാലിഹായ 2-3-4 സന്താനങ്ങളുണ്ട്, അതാ ഇപ്പൊ എന്റെ വീട് പണി ഏകദേശം പൂർത്തിയായി, എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് റാഹത്തായി പോകുന്നുണ്ട്. പിന്നെയോ ശരീരത്തിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, കാര്യമായ അസുഖം ഒരു ചിലക്ക് ജലദോഷമോ പനിയൊക്കെ വരുമെന്നല്ലാതെ വേറെ ഒരു പ്രശ്നമൊപ്പമില്ല, അൽഹംദുലില്ലാഹ് വളരെ റാഹത്താണ്. ശരിയാണ്, ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് റാഹത്തായ ഒരു കാര്യം തന്നെയാണ്, അള്ളാന്റെ ഒരു നിഅമത്തും ബർക്കത്തും തന്നെയാണ്. പക്ഷേ അതാണോ, അത് മാത്രമാണോ യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത്? അത് മാത്രമാണോ സുഖം എന്ന് പറയുന്നത്? പഠനവും ജോലിയും കുടുംബവും വീടും അസുഖമില്ലാത്തൊരവസ്ഥയും അങ്ങനെ മാത്രം മുന്നോട്ട് പോകുമ്പോൾ നാം ഐശ്വര്യത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ സഹോദരങ്ങളെ? അഥവാ ദുനിയാവിൽ നാം ഉദ്ദേശിക്കുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ സംഗതികളും നമുക്ക് ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ എന്റെ കാര്യം ഭദ്രമായി എന്നാണോ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത്? എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷയില്ല. പടച്ചതമ്പുരാൻ ദുനിയാവിൽ ചിലർക്ക് വേഗത്തിൽ അവർ ആവശ്യപ്പെടുന്നതൊക്കെ അള്ളാഹ് കൊടുക്കുന്നതാണ്. അള്ളാഹ് പറയണത് ദുനിയാവിൽ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് വേഗം കൊടുക്കും. പടച്ചവൻ പറയാ വേഗം കൊടുക്കും, എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതെല്ലാം കൊടുക്കും. എന്നാൽ അതിൽ ചില ആളുകൾക്ക്, എല്ലാവർക്കും അല്ല, അതിൽ ചില ആളുകൾക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അതായത് ദുനിയാവിൽ അവർ വിചാരിച്ചതൊക്കെ കിട്ടും, പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല.
എന്ന് അള്ളാഹു നമ്മെ തിരുത്തുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരനും ഇത് വളരെ ഗൗരവത്തിൽ അവനവനെ കുറിച്ച് ചിന്തിക്കണം, മറ്റൊരാളെ കുറിച്ചല്ല. സ്വന്തത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്താണ് ഞാൻ സൂചിപ്പിച്ചത്? അള്ളാഹു ചില ആളുകൾക്ക് ദുനിയാവിൽ അവർ കൊതിക്കുന്നതെല്ലാം നൽകിക്കൊണ്ടിരിക്കും, വേഗം വേഗം മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ അതിൽ ചില ആളുകൾക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. ആരാണവർ? അത് പറയുമ്പോഴാണല്ലോ നമുക്ക് നമ്മെ വിലയിരുത്താൻ സാധിക്കുക. അത് വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഒരു പ്രത്യേക ലക്ഷണമുള്ളവരാണ് അവർ. എന്താ അവരുടെ പ്രശ്നമെന്നോ? ഇതാ വിശുദ്ധ ഖുർആൻ പറയുന്നു, 17-ാമത്തെ അധ്യായം 18-ാമത്തെ ആയത്ത്. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നം യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. മൻ കാന യുരീദുൽ ആജില, വേഗം കടന്നു പോകുന്നതിനെ അഥവാ ക്ഷണികമായതിനെയാണ് ആരെങ്കിലും ഉന്നം വെക്കുന്നതെങ്കിൽ, ലക്ഷ്യമായി സ്വീകരിക്കുന്നതെങ്കിൽ, അഥവാ വേഗം കടന്നു പോകുന്ന ഈ ദുനിയാവിനെയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് അവന്റെ അവസ്ഥ? ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. അവരുദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അള്ളാഹു വേഗം അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. അവരാഗ്രഹിക്കുന്ന, അവരിച്ഛിക്കുന്ന കാര്യങ്ങൾ അതാ ധൃതിപ്പെട്ടുകൊണ്ട് തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു പൂർത്തിയാക്കും. എന്നാൽ സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നീട് അവരെ പരലോകത്ത് നരകത്തിലേക്കാണ് ആനയിക്കുക. യസ്ലാഹാ, അവർ അതിൽ കിടന്നെരിയുക തന്നെ ചെയ്യും. മദ്മൂമൻ മദ്ഹൂറാ, നിന്ദ്യരായി പുറന്തള്ളപ്പെട്ടവരായി അവരാ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. ആരാ സഹോദരങ്ങളെ ഈ രൂപത്തിൽ പരലോകത്തൊരോഹരിയുമില്ലാതെ നരകാഗ്നിയിലേക്ക് കൂപ്പുകുത്തി വീഴുന്നതാരാ? മൻ കാന യുരീദുൽ ആജില, മൻ കാന യുരീദുൽ ആജില, അഥവാ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതിനെ ഉദ്ദേശിച്ചവൻ, അഥവാ ദുനിയാവിന് അമിതമായ പ്രാധാന്യം കൊടുത്തവൻ. ഈ ദുന്യവിയായ താല്പര്യങ്ങൾക്കും ദുനിയാവിന്റെ ജീവിതത്തിനും അമിതമായ പ്രാധാന്യം ആര് കൊടുത്തുവോ അവൻ ഒരിക്കലും തന്നെ പരലോകത്ത് ഓരോഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഒരു പക്ഷേ ഇഹലോകത്തെ ചില സൗകര്യങ്ങളൊക്കെ അള്ളാഹു അനുവദിച്ചു കൊടുത്തു എന്ന് വന്നേക്കാം. ഇത് മനസ്സിലായി? ദുനിയാവിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ദുനിയാവണം ജീവിച്ച് പോയിന്ന് വരും, പക്ഷേ പരലോകത്തൊന്നും ഉണ്ടാവൂല എന്നാണ്. വേണോ ആ ജീവിതം? നമുക്ക് വേണോ സഹോദരങ്ങളെ? നമ്മൾ ഓരോരുത്തരും മനസ്സിനോട് ചോദിക്കുക. അപ്പൊ നമ്മൾക്കൊരു ആശ്വാസം ഉണ്ടാകും, എന്തേ ഞാന് ദുനിയാവിനൊന്നും അങ്ങനെ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ, ഞാൻ ദീനിന് തന്നെയാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ശരി, അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ, റാഹത്താണ്. പക്ഷെ ഞാനൊരു പരിശോധിക്കാൻ, എനിക്ക് എന്നെയും നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരെയും പരിശോധിക്കുവാൻ വേണ്ടി 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എന്ത് പരിശോധിക്കാൻ? നമ്മൾ ദുനിയാവിനാണോ ആഖിറത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പരിശോധിക്കാൻ 2-3 കാര്യങ്ങൾ, ലക്ഷണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം സഹോദരങ്ങളെ. അതിൽ ഒന്നാമത്തത്, ഞാനിത് ഓരോന്നും പറയുമ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കേണ്ടത്. പറയുന്ന ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ഈ 3 മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നാം ഇഹലോകത്തിനാണോ പരലോകത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്താ അറിയോ? ഇഹലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണോ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണോ? അതിനൊന്നാമത്തെ കാര്യമാണ്, ഒന്നാമത്തെ ലക്ഷണമായി സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ സ്വകാര്യ ജീവിതത്തെയാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. സ്വകാര്യ ജീവിതം വൃത്തിയും വെടിപ്പുമുള്ളതാണോ? നാം പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. സ്വകാര്യ ജീവിതത്തിൽ എന്തെങ്കിലും അള്ളാഹുവോ റസൂലോ വിരോധിച്ച എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കൂടപ്പിറപ്പായി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പരലോകം നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല, അത് ബാഹ്യമായി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരിക്കലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല. ആരാണ്?
സ്വകാര്യ ജീവിതത്തിൽ ആരും അറിയാതെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കൂടെ കൊണ്ടു നടക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരലോകത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇഹലോക ജീവിതത്തിനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടോ സഹോദരങ്ങളെ? ഒരു ഇരുമുഖ നയം നമുക്കുണ്ടോ? ഇരട്ട രീതി നമുക്കുണ്ടോ? ജനങ്ങളുടെ മുമ്പിൽ ഒരു രൂപവും, ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ഒക്കെ മുമ്പിൽ ഒരു രൂപവും, എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ ഒരൊഴിവ് സമയം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസ്ഥയുമാണോ നമ്മുടെ കൂടെയുള്ളത്? ഉറപ്പിച്ചോളൂ, നമുക്ക് പരലോകം മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും പ്രധാനമാണ് സുഹൃത്തുക്കളെ, എന്തെന്നറിയോ? നമ്മളെല്ലാം മുജാഹിദുകളാണ്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ തൗഹീദുള്ളവരാണ്, ഒരിക്കലും തന്നെ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാത്തവരാണ്. ശരി, പക്ഷേ അത് പകലിൽ മാത്രമാണോ? അതോ രാത്രിയുടെ ഇരുട്ടറകളിൽ ശിർക്കിന്റെ ലാഞ്ചന വരുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് നമ്മളോ, നമ്മുടെ ഭാര്യയോ, നമ്മുടെ കുടുംബങ്ങളോ, നമ്മുടെ കുട്ടികളോ എന്തെങ്കിലും പോകാറുണ്ടോ? ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും ചില സ്ഥലങ്ങളിൽ നിന്നെങ്കിലും ഉണ്ടാവാറുള്ള ഒരു പരാതി, ചില തങ്ങന്മാരും അതുപോലെ ചില മണിക്കന്മാരും ഒക്കെ പറയാറുള്ള ഒരു കാര്യം, എനിക്ക് ഓർമ്മ വരുന്നത് ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു DTP സെന്ററിൽ കയറി. അവിടെ ആ നോട്ടീസിന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ അവിടെ കടന്നു വന്നു. അദ്ദേഹം വന്ന് ചോദിച്ചത് കമ്പ്യൂട്ടർ ജാതകമാണ്. ആ കമ്പ്യൂട്ടറിൽ അത് പ്രവചിക്കുന്ന കാര്യമാണ്. അദ്ദേഹം അവിടെ കൊടുത്തുപോയത് അതിന്റെ റിസൾട്ട് വാങ്ങാൻ വന്നതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നിങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ടോ? ഇവിടെ ഇതിന് ആളുകൾ വരാറുണ്ടോ? അപ്പൊ ഇയാൾ പറയണത്, ഇതിൽ ഇവിടെ വരാറുള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാമെന്ന്. ആ അറിയാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള ആളുകളെയും കാണാൻ സാധിക്കുന്നുവെന്നതാണ്. എന്താ അതിനർത്ഥം? ഭാവി അറിയാനും മറഞ്ഞ കാര്യങ്ങൾ അറിയുവാനും ഒക്കെ ഈ രൂപത്തിലുള്ള വഴികൾ ആരും അറിയാതെ സ്വീകരിക്കുന്ന അവസ്ഥ. തന്റെ മക്കൾക്കോ തന്റെ കുടുംബത്തിനോ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഏലസും ഐക്കല്ലും ചരടും ഉറുക്കും നൂലും ആരും അറിയാതെ പോയി കിട്ടുന്ന സ്വഭാവം, ഇതൊന്നും സുഹൃത്തുക്കളെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അതാണ് രഹസ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. ശിർക്കെന്ന് പറഞ്ഞാൽ അത് ഉറുമ്പരിച്ചു വരുന്നത് പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ആ ശിർക്കിന്റെ ചെറിയൊരു ലാഞ്ചന പോലും സ്വകാര്യ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ എവിടെയുമില്ല. നമ്മളുടെ മക്കളുടെ അരയിൽ കറുത്ത നൂലില്ല എന്നുറപ്പുവരുത്താൻ ഓരോ മുജാഹിദിനും സാധിക്കേണ്ടതുണ്ട്. എന്തിനാ ഈ കറുത്ത നൂല് കെട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനറിയില്ല, അത് അവളെ ഉമ്മ കെട്ടിയതാണ്, അവളെ വീട്ടിൽ നിന്ന് കെട്ടിയതാണ് എന്ന് പറഞ്ഞ ഒരു മുജാഹിദിന് ഒരിക്കലും തന്നെ ഒഴിവാകാൻ സാധ്യമല്ല. നമ്മുടെ മകനാണോ നമ്മുടെ മകളാണോ, അതൊരിക്കലും തന്നെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അഥവാ രോഗം മാറണമെന്ന വിശ്വാസത്തോടുകൂടി ആ രീതിയിലുള്ള ചരടുകളും നൂലുകളും അറിഞ്ഞോ അറിയാതെയോ സഹോദരങ്ങളെ നമ്മുടെ മക്കളുടെ കഴുത്തിലോ നമ്മുടെ മക്കളുടെ അരയിലോ ഉണ്ടാവാൻ പാടില്ല. ഞാൻ സൂചന മറഞ്ഞു എന്ന് മാത്രം. അഥവാ സ്വകാര്യ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാണ്. അതേപോലെ തന്നെ വേറെയുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഹരി ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഏത് രൂപത്തിലും ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നു എന്നതാണ്. ഇല്ലേ? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 2 രൂപക്ക് അരി ലഭിക്കും. ആശ്വാസമുണ്ട്. സാധുക്കളായ പാവങ്ങളായ ആളുകൾക്ക് ആശ്വാസമുണ്ട്, ശരിയാണ്. പക്ഷെ എന്താ സംഭവം? നേരത്തെ 25 രൂപയായിരുന്നു 1 കിലോ അരിക്കെങ്കിൽ 50 രൂപയുണ്ടെങ്കിൽ 2 കിലോ അരി കിട്ടും. അത് വാങ്ങി വീട്ടിലേക്ക് പോകും. എന്നാൽ ഇപ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് എന്താണത്രേ? ആ 50 രൂപ കൊണ്ടുപോയി കൊടുത്ത് ഒരു ബോട്ടിൽ അല്പം മദ്യം വാങ്ങും. എന്നിട്ട് ആ മദ്യം കഴിച്ച് അതിന്റെ ബോട്ടിൽ വിറ്റാൽ 2 രൂപ കിട്ടുന്ന ആ 2 രൂപ കൊണ്ടുപോയി അരിയും വാങ്ങും. എന്നിട്ട് കുട്ടികളുടെ അടുത്തേക്ക് പോകും. അപ്പൊ എന്തേ ഗവൺമെന്റ് ഇപ്പോ അരിന്റെ വില കുറച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് മെച്ചാ? കൂടുതൽ മദ്യം അകത്തു പോകുന്നു എന്ന് മാത്രം. ഇതാണ് ചില വീടുകളിലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും കുടിക്കുന്നവരൊന്നും ഇവിടെയൊന്നും ഇല്ല. എന്നാൽ ലഹരി രുചിച്ചു നോക്കാത്ത ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? പക്ഷേ അതിന്റെ രൂപം ഒന്ന് മാറ്റുന്നു മാത്രം, അതിന്റെ രീതി ഒന്ന് മാറ്റും. ഒരു സൽക്കാരം കഴിഞ്ഞ് അവിടെ ഒരു മദ്യക്കുപ്പി കൊണ്ടുവന്ന് എല്ലാവരും വട്ടത്തിൽ നിന്നുകൊണ്ട് അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചാൽ മദ്യം കഴിക്കുന്നു, വലിയ തെറ്റ്.
എന്നെല്ലാവരും പറയും. എന്നാൽ അതേ സ്ഥാനത്ത് അല്പം ചെറുപ്പക്കാർ കൂടി നിന്ന് പോക്കറ്റിൽ നിന്നൊരു പാക്കറ്റ് എടുത്ത് അത് കയ്യിലേക്ക് ചെരിഞ്ഞ് അതല്പസമയം ഞരണ്ടി അത് ചുണ്ടിനടിയിൽ വെക്കുന്നത് കണ്ടാൽ അതൊരു തെറ്റായി ആർക്കും തോന്നുന്നില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, മദ്യത്തിന് വേറെ പേരുകൾ ഇട്ടുകൊണ്ട് കടന്നുവരും, ലഹരി കടന്നുവരുമെന്ന് പറഞ്ഞു. ഇല്ലേ? ആ രൂപത്തിൽ ഇതാ ഹാൻസായും പാൻപരാഗായും അതുപോലെ തന്നെയുള്ള വിവിധ സാധനങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വേണോ ആ രീതിയിൽ നിന്ന് നാട്ടിൽ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിന് ഏതെങ്കിലും അടിമയായ, ആരും അറിയാതെ, ഭാര്യ അറിയാതെ, കുട്ടികൾ അറിയാതെ ഈ ലഹരിയുടെ ഏതെങ്കിലും ഒരു കോണ് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷത്തിലുണ്ടെങ്കിൽ സഹോദര, അതുമായിട്ടാണ് നമസ്കരിക്കാനെത്തുന്നതെങ്കിൽ, അതുമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ, അതാ പരലോകം നമ്മുടെ മനസ്സിക്ക് കേറിയിട്ടില്ല, ഇഹലോകമാണ് നമ്മുടെ മനസ്സിൽ. കാരണം അതും കാണുന്നവനാണല്ലോ പടച്ച തമ്പുരാനെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലൈംഗികമായ ആഭാസങ്ങൾ നെറ്റിലും അതുപോലെയുള്ള സൗകര്യങ്ങളിലും ആരും അറിയാതെ കണ്ടിരിക്കുന്ന അങ്ങനെയുള്ള അന്യ സ്ത്രീകളുടെ നഗ്നത ആസ്വദിക്കുന്ന സ്വഭാവത്തോടുകൂടി നമസ്കരിച്ചതുകൊണ്ടോ നോമ്പ് നോച്ചതുകൊണ്ടോ കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ ജോലിയിലൂടെ ഹറാമായ ഒരു സമ്പാദ്യം ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോൾ മനുഷ്യർക്കൊരു കാലം വരാനുണ്ട്. അന്ന് മനുഷ്യർ സമ്പത്തുണ്ടാക്കും. സമ്പത്തുണ്ടാക്കുമ്പോൾ അവർ അത് ഹലാലാണോ അമ്മിൻ ഹലാൽ അമ്മിൻ ഹറാം, അത് ഹറാമാണോ ഹലാലാണോ എന്നൊന്നും പരിശോധിക്കാതെ പണമുണ്ടാക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇപ്പതാ എന്തെങ്കിലും ഒരു ബിസിനസ്, എന്താ ജോലി എന്ന് ചോദിച്ചാൽ ജോലിയുടെ പേര് നേരെ പറയാൻ ചില ആളുകൾക്ക് മടിയാണ്. ഒരു ഏർപ്പാടുണ്ട് എന്ന് പറയും, അല്ലെ? അങ്ങനെ ഒത്തുപോണുണ്ട് എന്ന് പറയും. എന്താന്ന് പറയില്ല. അവസാനം കുത്തിച്ചൂഴ്ന്ന് ചോദിച്ചാൽ പറഞ്ഞ് കുറച്ചല്പം പറയും. അപ്പൊ ഒന്ന് ചോദിച്ചു നോക്കൊണ്ടു, ഇത് നമുക്ക് പാടുണ്ടോ? ഇതിൽ ഹറാമില്ലേ? ഇത് നമുക്ക് പാടില്ലല്ലോ. ഇതിൽ പലിശയില്ലേ? അപ്പൊ തിരിച്ചുള്ള മറുപടി എന്താ? എല്ലാ ഹറാമും ഹലാലൊന്നും നോക്കിയാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, അല്ലെ? കച്ചവടമൊന്നും മുന്നോട്ട് പോകൂല എന്നാണ്. ഇതാ അള്ളാന്റെ റസൂല് പറഞ്ഞത്. എന്ത്? ഹറാമും ഹലാലും നോക്കാതെ കാശുണ്ടാക്കേണ്ട കാലം വരാൻ പോകുന്നുണ്ട് എന്ന്. അങ്ങനെയുണ്ടോ സഹോദരങ്ങളെ? നമുക്ക് വരുന്ന സമ്പത്തും നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്തിന്റെയും കണക്ക് പറയേണ്ടവരാണ് നമ്മൾ. ആ ബോധ്യത്തോടു കൂടിയാണോ നമ്മുടെ ബിസിനസ്സുകളും കച്ചവടങ്ങളും? ഇതെല്ലാം സ്നേഹപൂർവം നമ്മുടെ നെഞ്ചിടങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ജമാഅത്തിന് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുമ്പോഴുള്ള ആ ഭക്തി ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാവാറുണ്ടോ? ആരും കാണാത്ത സമയത്ത് ഒറ്റക്ക് നമസ്കരിക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ ചിട്ടയുണ്ടാകാറുണ്ടോ? ഖുശൂ ഉണ്ടാകാറുണ്ടോ? അതോ അതൊരു ചടങ്ങായി നിർവഹിക്കാറാണോ പതിവ്? അത് മനസ്സിൽ തട്ടാതെയാണ്. അഥവാ ഒന്നാമത്തെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ ഇരട്ട മുഖത്തോടുകൂടി ഉള്ളിലൊരു വ്യക്തിത്വവും പുറത്തു മറ്റൊരു വ്യക്തിത്വവുമായി ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, പരലോകം നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ഇഹലോകമാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാകേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്താ അറിയോ? നമുക്ക് നമ്മളെ വിലയിരുത്താനാണ് ഞാൻ പറയുന്നത്. നമ്മൾ ദുനിയാവും വേണോ ആഖിറത്തും വേണോ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തത്, മതത്തെ മറയാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാറുണ്ടോ നമ്മൾ എന്നതാണ്. എന്ത്? നമ്മുടെ ദുനിയവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഒരു മറയാക്കി നാം സ്വീകരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിന്റെ ഒപ്പമാണ്, ആഖിറത്തിന്റെ കൂടെയല്ല. നമ്മൾ മനസ്സിലാക്കണം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് സജീവവും. പള്ളിയിൽ ജമാഅത്തിന് വരാതെ നമസ്കരിക്കാതെ നടന്നിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് സജീവമായിട്ടുണ്ട് വരിക. എന്താ വരാൻ കാരണം? നമുക്ക് അവിടെ ഉഷാറാക്കണ്ടേ, ഇവിടെ ഉഷാറാക്കണ്ടേ, അവിടെ പരിപാടി വെക്കണ്ടേ, എന്താ ഒരു പരിപാടി ഇല്ലാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് കടന്നു വരും. പിന്നെ കാണാൻ ഒരു 4 മാസം കഴിഞ്ഞാൽ നേരത്തെ പോയമാര് തന്നെയാണ് പോവുകയും ചെയ്യും. അപ്പൊ ആളുകൾ ആലോചിക്കും, എന്തിനിപ്പോ ഇയാള് വന്നത്? അപ്പൊ സംഭവം എന്താ? അയാൾക്കൊരു കുട്ടിയെ കെട്ടിക്കാനുണ്ട്, കല്യാണം കഴിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം തീരെ പള്ളിയിലേക്ക് കയറാതിരുന്നപ്പോ ആളുകളൊക്കെ വന്നിട്ട് അയാൾ ആ കുട്ടിയുടെ വാപ്പ പള്ളിയിൽ കൂടി പോകില്ല, ഓരോരുത്തർ തിരിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, എന്ത്? ഇനി കുട്ടിന്റെ കല്യാണം നടക്കണമെങ്കിൽ കുറച്ചൊക്കെ ഇതിൽ ഇടപെട്ടാലേ നടക്കുള്ളൂ. അപ്പൊ ഒന്ന് വന്നതാണ്. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോ എന്തായി? കല്യാണമൊക്കെ കഴിഞ്ഞ് ആ കാര്യമൊക്കെ നിർവഹിച്ചപ്പോ പിന്നെ മൂപ്പര് പോകേണ്ടടത്തേക്ക് മൂപ്പര് പോവുകയും ചെയ്തു. എന്തിനാ വന്ന്? ഒരു അദ്ദേഹത്തിന്റെ കുടുംബപരമായ ഒരു ആവശ്യം നടക്കാപ്പാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒന്നിന് വന്ന് തിരിച്ചുപോയി. മനസ്സിലായോ? ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ അനവധി കാര്യങ്ങളുണ്ട്, അല്ലെ? ചില ആളുകൾ കുറച്ച് സാമ്പത്തിക പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ
അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒന്ന് സജീവമാകുന്നതാണ് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ അതവരുടെ വഴിക്ക് പോവും. ഇങ്ങനെ എന്തെങ്കിലും ഭൗതികമായ കാര്യം അല്ലേ, കമ്മിറ്റികളിലും അതുപോലെ തന്നെ ഘടകങ്ങളിലുമൊക്കെ പെട്ടെന്നൊന്ന് സജീവമായി പിന്മാറുന്ന അവസ്ഥ. ഒരു ഇലക്ഷൻ വരുന്നു, ഇലക്ഷനൊക്കെ വരുമ്പോ അതിലൊന്ന് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലിക കമ്മിറ്റി കൂടെയൊക്കെ ഒന്ന് പോയി പള്ളി കമ്മിറ്റിയിലും മദ്രസ കമ്മിറ്റിയിലും അവിടെ സംഘടനയുടെ ഉള്ളിലൊക്കെ 4 അഭിപ്രായം പറഞ്ഞാലേ ഇപ്പൊ എന്ത് ചെയ്യുള്ളൂ അല്ലേ. ആ കാലഘട്ടം കഴിഞ്ഞാൽ അവരെ കിട്ടൂല, പിന്നെ പോകും. ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വാർത്ഥമായ ദുന്യവിയായ താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കടന്നു വരിക. ഒരു വലിയ ബിസിനസ് തുടങ്ങാൻ പോവുക, ആ ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോ ഇന്ന ആചാര്യം കൂടി ഷെയറിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉഷാറായിരുന്നു അല്ലെ. പക്ഷെ അയാളെ കിട്ടണമെങ്കിൽ എന്താ, അയാള് മുജാഹിദാണ്. അപ്പൊ ഞാനും കുറച്ചൊന്ന് മുജാഹിദ് ആയാലേ ഇപ്പൊ എന്ത് ചെയ്യുള്ളൂ, അയാളെ നമുക്ക് ഷെയറിന് കിട്ടുള്ളൂ. അപ്പൊ അയാളോടൊക്കെ ഒന്ന് പോയി വർത്താനൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഉണ്ട് അല്ലെ, നമ്മളെ സമ്മേളന പ്രവർത്തനം ഉഷാറല്ലേ എന്നൊക്കെ ഒന്ന് ചോദിച്ച് അപ്പൊ ഇയാൾക്കൊന്ന് ഇവൻ പഴയമാതിരി നല്ല ഉഷാറാണല്ലോ അല്ലെ. ആ ഒരു ബന്ധം ഉണ്ടാക്കി അങ്ങനെ ഒരു തന്റെ ബിസിനസ്സിലും കച്ചവടവും കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാ എന്നതിനെ സംബന്ധിച്ച് നോക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ ദുനിയാവിന്റെ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സ്വഭാവം സഹോദരങ്ങളെ ഉണ്ടെങ്കിൽ നമ്മൾ പരലോകത്തിന്റെ കൂടെയല്ല ദുനിയാവിന്റെ കൂടെയാണ് എന്ന് നമുക്ക് നമ്മെ വിലയിരുത്താൻ സാധിക്കുമെന്നതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ, ഇതിന്റെ ലക്ഷണമായിട്ട് ദുനിയാവിൽ മാത്രം ശ്രദ്ധിക്കണ സ്വഭാവമാണോ നമുക്കുള്ളത്? അങ്ങനെയാണോ? ശരിക്കും നമ്മളെ പരിശോധിക്കണം അല്ലേ. നമസ്കാരം പോലും സമയത്ത് നിർവഹിക്കാൻ കഴിയാത്ത ദുനിയാവിന്റെ കാര്യങ്ങളിലാണോ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്? ഊണും ഉറക്കും നിസ്കാരം ഒഴിവാക്കിയിട്ടാണ് ഞാൻ കച്ചവടം നടത്തിയെന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടോ? അതാ ചോദിക്കണത്. ചെറുപ്പക്കാർ വിദേശത്ത് പോയാൽ അവര് പറയും 17 മണിക്കൂറാണ് പണി, നിസ്കരിക്കാനൂടി നേരം കിട്ടൂല. അങ്ങനെ ഉണ്ടോ? അതായത് ഒരു സമയവും നേരവുമില്ലാതെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലേ. ഒരു ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ QHLS ഉണ്ട്, ഒന്ന് വരണമെന്ന് പറഞ്ഞാൽ QHLS ഉണ്ട്, വരാൻ അങ്ങേയറ്റ ആഗ്രഹമുണ്ട്, ഈ കോരി ഭയങ്കര താല്പര്യമാണ്. പക്ഷെ എന്താ ചെയ്യാ? നിങ്ങൾക്കറിയില്ല എന്റെ അവസ്ഥ. നിങ്ങൾക്കറിയില്ല എന്റെ അവസ്ഥ. എന്താ അവസ്ഥ? ഞാൻ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ വരുമ്പോ രാത്രി 9 മണി കഴിയും, ചിലപ്പോ 10 മണിയാവും. പിന്നെ ആകെ ക്ഷീണിച്ച് തളർന്നിട്ടാണ് ഞാൻ വരിക. അങ്ങനെയാണ് എന്റെ കച്ചവടത്തിന്റെ രൂപം. അങ്ങനെയല്ല. നിങ്ങൾക്ക് അറിയില്ല എന്റെ കഥ, അറിയില്ലേ അല്ലേ. ഇത് കേട്ടാ തോന്നും നമുക്കിപ്പോ ശരി തന്നെയാണെന്ന് തോന്നും അല്ലേ. പിന്നെ ആകെ ഒരു ഞായറാഴ്ച ഒഴിവിട്ട് അന്ന് എന്താ വെച്ചാൽ 2-3 കല്യാണം ഉണ്ടാവും. കല്യാണത്തിന് ഞാനല്ലേ വീട്ടിൽ നിന്ന് പോകാനുള്ളൂ. പിന്നെ നമ്മൾ ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്ന ആകളുടെ ഒരു ദിവസം ഞായറാഴ്ചയാണ്. പിന്നെ എപ്പോഴാ അതിന് ഒഴിവ്? വരാനൊക്കെ നല്ല ആഗ്രഹമാണ്, ഒഴിവില്ല. തിരക്കിന്റെ അങ്ങേത്തല അല്ലേ. ഒരു ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കാൻ ഒഴിവില്ല. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിന് എത്താൻ സമയമില്ല. ഒരു പ്രബോധന പ്രവർത്തനത്തിന് വിളിച്ച സമയമില്ല അല്ലേ. ചില ആൾക്കാർ അധ്യാപകരാണ്, ഒരു നീല പെന്നും ഒരു ചോന്ന പെന്നും കൊളത്തി രാവിലെ സ്കൂൾക്ക് പോകും, ഒരു ചുറ്റാത്രം ഉണ്ടാവും. അത് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം വന്നാൽ നേരെ വീട്ടിൽ പോയി ഒരു ലുങ്കിയൊക്കെ എടുത്ത് അങ്ങാടി കയറും, 1-2 കടയിൽ കയറും, ഒരു ജ്യൂസൊക്കെ കുടിച്ച് 4 വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങാടിക്ക് പോകും. പിന്നെ ചാനലും മാറ്റി കണ്ട് ഇങ്ങനെ കാണും. അത് ദിവസം അങ്ങനെ തന്നെ. ഒരു ഞായറാഴ്ച കിട്ടിയ ഓട്ടോറിക്ഷ എടുത്തും കണ്ട് കുട്ടികളെയും കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. വേറെ ദുനിയാവിൽ നടക്കണ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ. അങ്ങനെ വേറൊരു ദുനിയാവായി കണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഇതാണോ നമുക്കുള്ളത്? എന്താ അങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അതിന് കുറെ ദുർന്യായങ്ങൾ പറയാനുണ്ടാവും അല്ലേ. ഇങ്ങനെ വെറും ദുനിയാവിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളെ പരിശോധിക്കാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആഖിറത്തിന്റെ ബോധം നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ. ദുനിയാവിനെയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ അള്ളാഹു അത് വേഗത്തിൽ ഏർപ്പാടാക്കി കൊടുക്കും. എന്നാൽ സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നീട് അവനെ നരകത്തിലേക്കാണ് തള്ളുക. യസ്ലാഹാ മദ്മൂമം മദ്ഹൂറാ, നിന്ദ്യരായി പുറന്തള്ളപ്പെട്ടവരായി അവരതിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. നരകം എന്ന് പറഞ്ഞാലേ ചില ആളുകൾ പറയാം അതൊക്കെ ഒരു ആലങ്കാരികമായി പറഞ്ഞതാകും. ഒരു പള്ളിയിൽ ഖുതുബ പറഞ്ഞിറങ്ങിയപ്പോ നരകത്തിന്റെ ഭയാനകത ഒന്ന് സൂചിപ്പിച്ചു. ഇറങ്ങിയപ്പോ ഒരാളെ കമന്റ് എന്ത് അറിയും, നിങ്ങൾ ഈ നരകത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ടാവും എന്നും പറയണ്ട, അതൊക്കെ ആലങ്കാരികമായി പറഞ്ഞതാണ്, സമാധാനത്തിന് പറയണേ. എന്ത് നരകത്തേക്ക് പോകണം മുഴുവൻ പണി ചെയ്യുന്നുണ്ട് ഒറ്റക്ക്, അതിനോട്ട് മാറാൻ മനസ്സ് സമ്മതിക്കണമില്ല. അപ്പൊ നരകത്തിന്റെ ഭീകരത കേട്ടപ്പോ മനസ്സ് തട്ടി. അപ്പൊ ഒരു സമാധാനത്തിന് പറയണത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ആലങ്കാരികമായിട്ട് പറയണത്. അങ്ങനെ മനസ്സിൽ വിചാരിക്ക. എന്താ നരകത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? സഹൃദങ്ങളെ നോക്കിങ്ങള്, രാത്രി ഉറങ്ങുമ്പോ കരണ്ട് പോയി,
പെട്ടെന്നൊരു ഒച്ച കേട്ട് നമുക്ക് തീപ്പെട്ടിക്കൊള്ള എടുത്തൊന്ന് ഉരസി, തീപ്പെട്ടിക്കൊള്ള എടുത്ത് ഉരസിയപ്പോ പെട്ടെന്ന് കയ്യുമ്മ നിന്നൊന്ന് കത്തിപ്പോയി. അല്പഭാഗം ഒന്ന് കത്തി, അല്പസമയം. നേരം വെളുക്കുന്നത് വരെ സഹോദരങ്ങൾ അതിന്റെ നീച്ചലുണ്ടാവില്ല, ഉറക്കം വരുമോ? നമുക്ക് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നാൽ ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് നരകത്തിന്റെ തീയിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഒരു റൂമിലേക്ക് നമ്മൾ ഇട്ടിട്ട് തീയാണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കരിക്കട്ടയായി മരിച്ചു പോകൂലേ. അവിടെ ജീവിതവുമില്ല, മരണവുമില്ല, മരിക്കാൻ കഴിയില്ല. അവിടെ തൊലി ഇങ്ങനെ ആവർത്തിച്ച് തരും സഹോദരങ്ങളെ. അതാണ് നരകം എന്ന് പറയുന്നത്. കാലാകാലം അനുഭവിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് തീയിന്റെ ഒരു ചെരുപ്പിടാൻ തരും, അതുമ കാല് വെച്ചാൽ തലയുടെ ഉൾഭാഗം ഇങ്ങനെ തിളച്ചു മറിയുമെന്നാണ്. ഇത് ചെറിയ ശിക്ഷയാണ് സഹോദരങ്ങളെ. ഈ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അനിസ്ലാമികമായ ഹറാമായ ഏതെങ്കിലും ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ മാറ്റിവെച്ചോ, ഇന്നത്തെ ദിവസത്തോടുകൂടി മാറ്റിവെച്ചോ. അതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ദുനിയാവിന്റെ താല്പര്യത്തിൽ നിന്ന് മാറണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരല്ലോ, പരിഹാരവും കൂടി കേൾക്കണ്ടേ? ഈ കേട്ടു നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് ഈ ദുനിയാവിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങാനുള്ള പരിഹാരം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പരിഹാരം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് പ്രാവർത്തികമാക്കുവാൻ തീരുമാനമെടുക്കണമെന്നാണ് ഇത് പറയുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഒന്നാമത്തെ പരിഹാരം എന്താ അറിയോ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദുനിയാവുമൊക്കെ ചാഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ മനസ്സെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം നോക്കൂ നിങ്ങൾ. ഒരു സംഭവം, വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബയ്യ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഫഖാല, എന്തു പറഞ്ഞത്? കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. നീ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒരു വഴിയാത്രക്കാരനെ പോലെ അതല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയായിരിക്കണം നീ ജീവിക്കേണ്ടത്. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു യഖൂലു, ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ്. വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. വൈദാ അസ്ബഹത, രാവിലെയായാൽ ഫലാ തൻതദിർ അൽ മസാ, വൈകുന്നേരമാകുമെന്നും പ്രതീക്ഷിക്കണ്ട. ഫഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, രോഗത്തിനു മുമ്പ് ആരോഗ്യത്തെയും, വമിൻ ഹയാതിക ലിമൗതിക, മരണത്തിനു മുമ്പ് ജീവിതത്തെയും ഉപയോഗിച്ചോ. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ പരിഹാരമാർഗം എന്താ? ദുനിയാവിന്റെ വലുപ്പം നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മളെ മനസ്സിൽ ശൈത്താൻ ദുനിയാവാണ് എല്ലാം എന്നിങ്ങനെ പർവ്വതീകരിച്ച് കാണിച്ചു നിൽക്കുകയാണ്. എന്ത്? ഈ ലോകം തന്നെയാണ് ജീവിക്കാനുള്ളത് എന്ന് തോന്നിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. അൽഹാകുമുത് തകാസുർ, അല്ലേ? പരസ്പരം പെരുമ നടിക്കുക, അതവരെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെരുമ നടിക്കുന്നത് മതപരമായ കാര്യങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധയെ തെറ്റിച്ചിരിക്കുന്നു. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി ഇങ്ങനെ സഹാബത്തിന്റെ കൂടെ പോകുമ്പോ ശരിക്കും മനസ്സിലാക്കണം. വിദ്യാഭ്യാസ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. ഇന്നിതാ നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് അധ്യാപകർക്ക് പ്രത്യേകമായ പാഠശാലകളും ട്രെയിനിങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആധുനിക യുഗത്തിലും മനുഷ്യരുടെ മനസ്സറിഞ്ഞുകൊണ്ട് സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് പാഠങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രൂപം നോക്കൂ നിങ്ങൾ. ഓരോ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിൽ നിന്നാണ് വലിയ വലിയ ആശയങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. റോട്ടിലൂടെ പോകുമ്പോൾ അവിടെ അതാ ഒരു ആട് ചത്ത് കിടക്കുന്നുണ്ട്. സാധാരണ ഒരു ആട് ചത്ത് കിടക്കണേണ്ട നമ്മളെന്താ പറയാ, മൂക്കും പൊത്തി ആ വഴിക്കാൻ തിരിഞ്ഞു പോകും, അല്ലേ? പക്ഷേ പ്രവാചകന്റെ മനസ്സിൽ ആശയം ഉദിക്കുകയാണ്. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, ഈ ആടിന്റെ ചെവി ആർക്കെങ്കിലും വേണോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, എന്താ നബി നിങ്ങൾ പറയണത്? എന്തിനാണ് ഈ ആടിന്റെ ചെവി? ജീവനുള്ള ആടാണെങ്കിൽ തന്നെ ചെവി ആവശ്യമില്ല, പിന്നെ അത് ചത്ത ആടാണ്, അതിന്റെ ചെവി എന്തിനാണ്? അതിന്റെ നിസ്സാരത അവരിങ്ങോട്ട് പർവ്വതീകരിച്ച് പറഞ്ഞു. അത് അവരെ കൊണ്ട് നല്ലോണം പറയിച്ചു റസൂലുള്ളാഹി. ശരി, ഇപ്പൊ വേണ്ട അല്ലേ, നിസ്സാരമാണ് അല്ലേ?
എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു ഒരു പാഠം. ഫഖാല ഫവല്ലാഹി ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. ഈ ആടിന്റെ ചെവിക്ക് നിങ്ങൾ എത്ര നിസ്സാരതയാണോ കൽപ്പിച്ചത്, അതിലേറെ നിസ്സാരമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ദുനിയാവ്. നിങ്ങൾ വാരിപ്പുണരുന്ന ഈ ദുനിയാവുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിലേറെ നിസ്സാരമാണ്. എത്ര ഉദാഹരണങ്ങളാ സഹോദരങ്ങളെ. ഇതിനെയാണ് നമ്മൾ പിന്നാലെ നടക്കണത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയും അല്ലേ, ഒരു സാഗരം, വിശാലമായ സാഗരം, ആ സാഗരത്തിൽ വിരൽ മുക്കി ആ വിരലൊന്നുയർത്തിയാൽ ആ വിരൽ തലപ്പിൽ തൂങ്ങി നിൽക്കുന്ന ഒരു തുള്ളി വെള്ളമുണ്ടല്ലോ, അതിനെയാണ് അല്ലാഹുവിന്റെ റസൂല് ദുനിയാവിനോട് ഉപമിച്ചത്. ആ പരന്നു കിടക്കുന്ന സാഗരത്തിലെ വെള്ളമുണ്ടല്ലോ, അതിനെയാണ് ആഖിറത്തിനോട് ഉപമിച്ചത്. ഈ ഒരു തുള്ളി വെള്ളത്തിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ ഈ സാഗര സമാനമായ ഇതാണോ നിങ്ങൾക്ക് ആഗ്രഹം? എന്നാൽ അറിഞ്ഞോളൂ, ഈ ഒരു തുള്ളിയുടെ സ്ഥാനത്താണ് ഇഹലോകം. ഈ പരന്നു കിടക്കുന്ന സാഗരമാകുന്നു പരലോകം. ഏതിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്? ദീർഘമായ യാത്ര പോകുന്ന ഒരു സംഘം മരത്തണലിൽ വിശ്രമിക്കാനിരിക്കുന്നു. ആ വിശ്രമിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇതുപോലെയാണ് ഇഹലോക ജീവിതം എന്നാണ്. തിരുവനന്തപുരത്തേക്ക് നമ്മൾ യാത്ര പോയി. അങ്ങനെ അതാ ആലപ്പുഴ എത്തുന്നു. ആലപ്പുഴ എത്തുമ്പോൾ നേരം വെളുക്കാൻ കാലം 3:30 മണിയാണ് സമയം. അതുകാലം അവിടെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇരുന്നു. അവിടെ അങ്കവരിയിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞു, ഇനി രാവിലെ 6 മണിക്കേ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സുള്ളൂ. ചാറ്റൽ മഴയുണ്ട് പുറത്ത്. വേമ്പനാട്ട് കായലിൽ നിന്നും ഒരു പ്രത്യേകമായ സ്മെല്ല് അടിച്ചു വീശുന്നുണ്ട്. മന്ദിരോഗം പരത്തുന്ന കൊതുകുകൾ അവിടെ പാറിപ്പറക്കുന്നുണ്ട്. വല്ലാത്ത അസ്വസ്ഥത. പക്ഷേ ആ അസ്വസ്ഥതക്കിടക്ക് ഒരു ചെറിയ സമാധാനമുണ്ട്. എന്താ സമാധാനം? ഇപ്പോൾ 3:30 മണി. ഏതാനും 1-2 മണിക്കൂറുകൾ കഴിഞ്ഞാൽ 6 മണിക്ക് തിരുവനന്തപുരത്തേക്കുള്ള ബസ് വരും. എനിക്ക് പോകാം. ഞാൻ എന്നും ഇവിടെ ഇരിക്കേണ്ടവനല്ലല്ലോ എന്ന ആശ്വാസമാണ് ആ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കുള്ളത്. അതേ സഹോദരങ്ങളെ, നമ്മൾ അനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ലേ? കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലേ? അയൽപ്പക്കങ്ങളിൽ അനവധി അനുഭവിക്കുന്നില്ലേ? രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരില്ലേ? സഹോദരങ്ങളെ, ആശ്വാസമായിരിക്കുക. എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നാന്തി കുറിച്ച് അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇതാ ഒരു പരലോകം വരാനിരിക്കുന്നുണ്ട്. അവിടെയാണ് ജീവിതം. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ പരലോകമാകുന്നു ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും. പിന്നെ എന്താ പ്രശ്നം? വിവാഹപ്രായമെത്തിയിട്ടും തന്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളുടെ മുഴുവൻ വിവാഹം കഴിഞ്ഞിട്ടും ഇപ്പോഴും 35 വയസ്സായിട്ടും വിവാഹം കഴിയാതെ വേദനിക്കുന്ന സഹോദരി, പ്രയാസപ്പെടണ്ട. നിങ്ങൾക്കുള്ള ജീവിതം പരലോകത്തുണ്ട്. അതുപോലെ തന്നെ കിഡ്നി തകരാറായി ഡയാലിസിസ് ചെയ്തുകൊണ്ട് ശരീരത്തിൽ നീര് കെട്ടി പ്രയാസപ്പെട്ട് കഴിയുന്ന സുഹൃത്തെ, അള്ളാഹുവിനെ ഒരിക്കലും ശപിക്കണ്ട. നിങ്ങൾക്ക് ജീവിതം പരലോകത്തുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ എന്തെന്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾക്ക് മുഴുവൻ പരിഹാരമുള്ള ഒരു പരലോകമുണ്ട്. ഈ വിചാരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഒരു പ്രയാസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ദുനിയാവിന്റെ താല്പര്യങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ ഒന്നാമത്തെ പരിഹാരമാർഗം ദുനിയാവ് ചെറുതാണെന്നും പരലോകമാകുന്നു വലുതെന്നുമുള്ള മനസ്സുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇഹലോക ജീവിതം വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക. ഒരു പരിഹാരം അതാണ്. രണ്ടാമത്തെ എന്താ അറിയോ? രണ്ടാമത്തത്, ഇപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പുതിയ വീട് വെച്ച ആളുകൾ ഉണ്ടാവാം. അതിന്റെ പെയിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഹൗസ് വാമിങ്ങിന് കത്തയക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാവാം. അല്ലേ? പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവാം. എന്നാൽ ആ കട ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം നമ്മൾ ഉണ്ടാകുമോ? നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോൾ സ്വീകരിക്കാൻ നാം ഉണ്ടാകുമോ? ഇല്ല സഹോദരങ്ങളെ, ഇല്ല, ഒരിക്കലുമില്ല. അഥവാ ഈ ജീവിതം പെട്ടെന്ന് അവസാനിക്കുമെന്ന് മനസ്സിലാക്കണം. എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരോർമ്മ, നമ്മുടെ സമ്മേളനത്തിന്റെ പ്രോഗ്രാമിന്റെ മീറ്റിങ്ങിന് വേണ്ടി കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ആ സമയത്ത് ഞാൻ കയറിയ ബസ് ആക്സിഡന്റ് ആയി. ഒരു ജീപ്പുമായി ഇടിച്ചു. വെള്ളോമ്പുറത്ത് സമീപത്ത് വെച്ചുകൊണ്ട് ഇടിച്ചു. അപ്പോൾ അതാ 4-5 ആളുകൾ റോട്ടിലേക്ക് തെറിച്ചുകൂടിയിരിക്കും. അവിടെ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ കുറവാണ്. രക്തം തളം കെട്ടി നിൽക്കുന്നു. ചാറ്റൽ മഴയിൽ ഇവിടെ ചുവന്ന കളറാണ് റോഡ് മുഴുവൻ. ബോധം കെടുന്ന ഒരവസ്ഥ.
അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടുപോയി. അപ്പൊ നോക്കുമ്പോൾ വിദേശത്തു നിന്നും വരുന്ന ഒരു സംഘമാണ്. ഒരു ചെറുപ്പക്കാരൻ 5 വർഷമായി വിദേശത്താണ്. അവൻ തിരിച്ചു വരികയാണ്. അവന്റെ വാപ്പ തളർവാദം പിടിച്ചു കിടക്കുകയായിരുന്നു. വടി കൊണ്ട് അല്പം ഊന്നി നടക്കാനുള്ള സമയമായപ്പോൾ എന്റെ മകൻ വന്നിറങ്ങുന്നത് തന്നെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു വാശി പിടിച്ചുകൊണ്ടാണ് വാപ്പ ജീപ്പിൽ മകനെ കൂട്ടാൻ പോയത്. അവർ കരിപ്പൂരിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ആ സമയത്താണ് ആക്സിഡന്റ്. ആ പെട്ടി പരിശോധിച്ചു നോക്കി ഞങ്ങൾ. അതിന്റെ പുറത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചോക്കാടുകാരനാണ്. ആ പേര് വെച്ചുകൊണ്ട് അന്വേഷിച്ചു. സഹോദരങ്ങളെ, അങ്ങനെ ആ രോഗിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു, മെഡിക്കൽ കോളേജിലേക്ക്. എനിക്ക് എന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഓർമ്മ. ആ മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജ് എത്തുന്നതുവരെ ആ സഹോദരൻ പറഞ്ഞ വർത്തമാനങ്ങൾ. എന്റെ ജീവിതം അവസാനിക്കുകയാണോ? തല പൊട്ടിയിട്ടുണ്ട്, ബ്ലഡ് ശരീരം വയറ്റിൽ ഊറിക്കൊണ്ടിരിക്കുകയാണ്. ആ ജയ്സൽ എന്ന് പറയുന്ന സഹോദരൻ, എന്റെ ഉപ്പയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എന്തുകൊണ്ട് അള്ളാഹു എന്നെ പെട്ടെന്ന് വിളിക്കുന്നു? വ്യാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ വെറും 3 ദിവസം മാത്രമാണ് ജീവിച്ചത്, മരിച്ചുപോയി. ആ വാപ്പയാകട്ടെ ആ സ്ഥലത്ത് വെച്ച് മരിച്ചുപോയി. നോക്കൂ നിങ്ങൾ, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് പോകുന്നത്. ആ സഹോദരൻ നാട്ടിൽ വന്ന് അവനാണ് ആ കുടുംബത്തെ പച്ചപിടിപ്പിക്കേണ്ടത്. കഴിഞ്ഞില്ല, അള്ളാഹു തിരിച്ചു കൊണ്ടുപോയി. അതെ, അൽഹാക്കുമുത്തകാസുർ, പരസ്പരം പെരുമ നടിക്കുന്നത് നിങ്ങളെ എന്റെ കാര്യത്തെ തൊട്ട് അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എന്താ പരിഹാരം? ഹത്താ സുർത്തുമുൽ മഖാബിർ, കബറിടം സന്ദർശിക്കുന്നത് വരെ മാത്രം ഈ സമാനമായ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരെ, ഇഹലോകത്തിന്റെ പളപളപ്പിൽ നടക്കുന്നവരെ, ദുനിയാവ് തന്നെയാണെല്ലാം എന്ന് വിചാരിക്കുന്നവരെ, ആലോചിക്കുക. നമ്മളിരിക്കുന്ന അധികാര സ്ഥാനങ്ങളിൽ നിന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ആധുനികമായ സൗകര്യത്തിൽ നിന്ന്, നമ്മളുണ്ടാക്കിയ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മനുഷ്യൻ മരിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ? പെട്ടെന്ന് പോകും, നമ്മൾ പെട്ടെന്ന് പോകും. ഫ്രിഡ്ജ് വിൽക്കുന്ന ആള്, TV വിൽക്കുന്ന ആള് അതിന് ഗ്യാരണ്ടി കടലാസ് കൊടുക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ 10 മാസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരാന്ന് പറയും. അയാൾ ചോദിക്കുകയാണ്, എന്ത് ഇത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാലോ? അതെനിക്ക് പറയാൻ പറ്റൂല, അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് സാധനങ്ങൾക്ക് ഗ്യാരണ്ടി കടലാസ് കൊടുക്കാൻ നമുക്ക് കഴിയും, പക്ഷെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ സഹോദരങ്ങളെ സാധ്യമല്ല. അത്രയും ലളിതമാണ് നമ്മുടെ ജീവിതം. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? മരിക്കുന്നുള്ളൊരു ഓർമ്മ ഉണ്ടായാൽ തന്നെ ദുനിയാവുമ്പോൾ മനസ്സുമല്ലാതെ കിട്ടിമാറില്ല. എത്ര പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോകും, നിങ്ങൾ ആലോചിക്കണം, അല്ലേ? നമ്മുടെ ഈ അടുത്ത് നമ്മുടെ ജാബിർ കായക്കൊടി എന്ന് പറയുന്ന സഹോദരൻ, എത്ര പെട്ടെന്നാണ്. ഒരു തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം 3 മണിക്ക് എന്നെ വിളിച്ച് അരമണിക്കൂർ സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, മഗ്‌രിബിന് ശേഷം ഞാൻ ഇനിയും വിളിക്കും, എന്റെ ഫോൺ എടുക്കണം. ശരി, പക്ഷേ രാത്രി പിന്നെ 9 മണിക്ക് ശേഷം എന്റെ ഒരു സഹോദരൻ, തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുന്നത് ജാബിർ മരിച്ചു എന്നാണ്. ഇത്രയേ ഉള്ളൂ ജീവിതം. അതോടുകൂടി സഹോദരങ്ങളെ, അന്ത്യദിനം എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ ദിവസമാണ്. ഈ ലോകത്തിന്റെ അന്ത്യദിനമുണ്ട്, എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു അന്ത്യദിനമുണ്ട്. അത് നമ്മുടെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ദുനിയാവിന്റെ താല്പര്യം നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും വരില്ല. ഇതാണ് രണ്ടാമത്തെ പരിഹാരം. പക്ഷെ ഇത് പറയുമ്പോഴും ചിലർക്ക് തോന്നും, എന്ത് അറിയോ, അതിമൂല്യമാരെ സ്ഥിരം പരിപാടിയാണ് എന്ത് മരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗിക്കാം. അതൊക്കെ ഇപ്പൊ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിരുന്നാണ്, അല്ലേ? ചില ആൾക്കാർക്ക് മനസ്സിക്ക് ദേഷ്യൂല. എന്നാൽ നമ്മളെ സൃഷ്ടിച്ചത് പടച്ചോനല്ലേ? ആ പടച്ച തമ്പുരാൻ നമ്മുടെ മനഃശാസ്ത്രം അറിയുന്നവനാണല്ലോ. അല്ല തന്നെ ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ, ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും പേടിക്കാത്തവനോട് അല്ലാഹ് പറയാ, വേണ്ടട്ടോ. 2 പ്രാവശ്യം പറയണ, വേണ്ട, ദാ ഈ ചിന്തയോടുകൂടി ജീവിച്ചോ, ഇനി വേണ്ട. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. നിനക്ക് വഴി അറിയാറാകും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. മരിച്ചതോടുകൂടി അവസാനിക്കുകയല്ല, നാളെ പരലോകത്ത് നിങ്ങൾ എഴുന്നേറ്റ് വരും കേട്ടോ, എഴുന്നേറ്റ് വരും. അതാ പ്രശ്നം.
അല്ലെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ ഇന്ന് മൂന്നാമത്തെ പരിപാടിയിലാണ് ഞാൻ പ്രസംഗിക്കണം. ശാരീരികമായി കഴിയുന്നില്ല, പക്ഷെ എന്തിനാ പ്രസംഗിക്കാൻ വന്നത്? ഇത് നമ്മുടെ ബാധ്യതയാണ്. എന്തിനാ വയല്, എന്തിനാ പള്ളി, എന്തിനാ ദീന്? ചില ആൾക്കാർ പറയും ദീനോണ്ടാകെ വലഞ്ഞു അല്ലെ, ഈ ദീനൊക്കെ നിക്കട്ടെ അറിയും. സഹോദരങ്ങളെ പറയാൻ പറ്റൂല. ഈ ദീൻ എന്താ പ്രശ്നം അറിയോ? മരിച്ചാലേ പട്ടിയും പൂച്ചയും ചത്തുപോകുന്നത് പോലെ മണ്ണായി പോകേണ്ടവരല്ല മനുഷ്യൻ. മണ്ണായ ശേഷം അല്ലാഹു തിരിച്ചു വിളിക്കും. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും, പിന്നെയോ രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും ഉയർത്തിയെഴുന്നേൽപ്പിന്റെ നാളിൽ. അവിടെ സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. സഹോദരങ്ങളെ അവിടെ കാണും. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയുനബ്ബിഉഹും ബിമാ അമിലു അസ്സാഹുല്ലാഹു വനസൂഹ് വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, അവിടെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, നിങ്ങൾ പ്രവർത്തിച്ചത് മുഴുവൻ കൊണ്ടുവരും. അസ്സാഹുല്ലാഹു വനസൂഹ്, നിങ്ങൾ മറന്നുപോയാലും ശരി അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്, നമ്മൾ പ്രവർത്തിച്ചതിനൊക്കെ അല്ലാഹു സാക്ഷിയാണ് എന്നതാണ്. എന്താ കാര്യം? ആര് കണ്ടിട്ടില്ലെങ്കിലും പടച്ചോൻ കണ്ടിട്ടുണ്ട്, ഒന്നും ഒഴിവാകൂല. ചില ആൾക്കാർക്ക് ധാരണ ചെയ്തതൊക്കെ അങ്ങോട്ട് പോയി മാഞ്ഞു പോയിട്ടുണ്ടാവും. ഇല്ല, അതൊക്കെ നാളെ പരലോകത്ത് വരും, നമ്മൾ മറന്നാലും വരും. അതാ ജീവിതത്തിന് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ചെയ്തതിന് ഉത്തരവാദിത്തമുണ്ട്, പറഞ്ഞതിന് ഉത്തരവാദിത്തമുണ്ട്, എഴുതിയതിന് ഉത്തരവാദിത്തമുണ്ട്. ഇവിടെയല്ലെങ്കിൽ പരലോകത്ത് മഹാനായ മർഹൂം ഉമർ മൗലവി പറയാറുണ്ട്, എല്ലാ വിഷയത്തിനും അവസാനം അദ്ദേഹം പറയും, പരലോകം എന്ന സംവിധാനം വെച്ച് അള്ളാഹുവിനാകുന്നു സർവസ്തുതി. എന്താ കാരണം എന്നറിയോ? ഇവിടുന്ന് ആര് രക്ഷപ്പെട്ടാലും അവിടെ ഉണ്ട് ഒരു സ്ഥലം. അതാ പ്രശ്നം. മനസ്സിലായോ? അപ്പൊ മൂന്നാമത്തെ പരിഹാരം എന്താ അറിയോ? മരിച്ചതിന് ശേഷം രണ്ടാമത് ജീവിതം ഉണ്ട് എന്ന് മനസ്സിനെ ശരിക്കും പഠിപ്പിക്കുക. അതിനെ പഠിപ്പിച്ചാൽ പിന്നെ വല്ലാതെ ദുനിയാവിന്റെ മേലെ കെട്ടിമറിയില്ല. മനസ്സിലായോ? ശരിക്കും എന്ത് ചെയ്യും? ആഖിറത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കണം, അങ്ങനെ ജീവിക്കുമ്പോൾ ഞാനും എന്റെ ഖുർആൻ ക്ലാസും വേറെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. എന്താ കാര്യം? നാളെ പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ 4 കാര്യം നിർബന്ധമാണ്. 1 വിശ്വാസം, 2 അതനുസരിച്ചുകൊണ്ടുള്ള സൽപ്രവർത്തനം, 3 എന്താ? ഈ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, ഇത് അറിയിച്ചു കൊടുക്കണം. പിന്നെയോ ആ രംഗത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ഇന്നെ കൊണ്ട് ഇത് കഴിയൂല, ഞാൻ രാജിക്കാണ്, ഞാൻ ഒഴിവാകാണ്, ഞാൻ മാറിക്കാണ്, പറയാൻ പറ്റൂല. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ ദഅവയുടെ രംഗത്ത് ഉറച്ചു നിൽക്കുവാൻ, ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ ഇവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യർ നഷ്ടത്തിലാകുന്നു. എല്ലാവരും നഷ്ടത്തിലോ അല്ല, 4 വിഭാഗമൊഴിച്ച്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്താണ്? വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവർ. പിന്നെ അത്ര നിർത്തിയിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഓക്കെ. എന്ത്? ഞാനും എന്റെ നിസ്കാരവും നോമ്പും കാര്യമായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂട്, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാമായിരുന്നു. ഇല്ല. വതവാസൗ ബിൽ ഹഖ്, ഈ ഹക്ക് മനസ്സിലാക്കിയ കാര്യം പരസ്പരം പറയണം എന്നാണ് പറഞ്ഞത്. പറയണം. അതോടൊപ്പം തന്നെ ക്ഷമ അവലംബിക്കണം, അതും പരസ്പരം ഉപദേശിക്കണം. ഇത് 4 ഉള്ളെങ്കിലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ എന്നാണ്. അപ്പൊ എന്താണ് ദഅവത്ത് എന്ന് പറയുന്നത്? പ്രബോധനം എന്ന് പറയുന്നത് നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടി നാം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാർഗമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഒരു തത്വം ഉണ്ട്. എന്ത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പിന്നെയോ വകൂനു മഅസ്വാദിഖീൻ, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം. അപ്പൊ തിരൂരങ്ങാടിയിൽ ഇതേ ആദർശമുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവര് 4 വഴിക്കല്ല പ്രവർത്തിക്കേണ്ടത്, അവർ ഒരുമിച്ച് നിന്ന് ഒപ്പം നിന്ന് പ്രവർത്തിക്കണം. അതാണ് സംഘമായി പ്രവർത്തിക്കണം. അവർക്ക് നേതാവുണ്ടാകണം, നേതൃത്വം ഉണ്ടാകണം. അങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇവിടെ കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീനും അതുപോലെ തന്നെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റും ഒക്കെ ഉണ്ടാക്കി നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ മെമ്പർഷിപ്പിന്റെ സീറ്റ് ഉണ്ടെങ്കിൽ സ്വർഗത്ത് പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ല.
അങ്ങനെ ആരും വിചാരിച്ചിട്ടില്ല. മറിച്ച് ഇത് നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടി നിർവഹിക്കുമ്പോൾ ഈ സംഘമായി ചെയ്യണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭൗതിക സംവിധാനം അവിടെ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായും സംഘടനാ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരിക്കലും തന്നെ വിരിച്ചുവെച്ച പരവതാനിയല്ല. വിരിച്ചുവെച്ച ചമന്ന പരവതാനിയിലൂടെ ആരും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ഘട്ടമാണ്, ഒരു പ്രബോധന വീതിയാണ് ഞങ്ങൾക്കുള്ളതെന്ന് വിചാരിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സഹോദരങ്ങളെ അത് അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു പ്രബോധനമില്ല. മുൾക്കെട്ടുകളും മുൾപാതകളും മലമ്പാതകളും താണ്ടി കടന്നു പോകുവാൻ ആർക്ക് ധൈര്യമുണ്ടോ, ക്ഷമയുണ്ടോ, അവർക്ക് മാത്രമേ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ലേ? കോഴിക്കോട് പോകുമ്പോ ബ്ലോക്ക് ഉണ്ടാകും. രാമനാട്ടുകര ബ്ലോക്ക് ആണെങ്കിൽ ഒന്നല്പം അങ്ങോട്ട് മാറിയാൽ വേറെ റോട്ട് കൂടി എന്ത് ചെയ്യാ, ടൗണിലേക്ക് എത്താം. അല്ലേ? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, സ്വർഗത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ കുറുക്കുവഴികളില്ല, സ്വർഗത്തിലേക്ക് കുറുക്കുവഴികളില്ല. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് ചോദിച്ചത് കസേരയിൽ മഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളോടല്ല, മറിച്ച് ശരീരത്തിൽ ശത്രുക്കളുടെ പീഡനം കൊണ്ട് ഇരുമ്പ് ദണ്ട് ചൂടാക്കി ശരീരത്തിൽ പഴുപ്പിച്ച് ആ പഴുത്ത ശരീരം കാണിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരികയാണ് സ്വഹാബത്ത്. അമ്മാർ കുടുംബം, യാസിർ കുടുംബം വരികയാണ്. പ്രവാചകരെ, ഞങ്ങളുടെ മുതുക കണ്ടില്ല നിങ്ങൾ, ഞങ്ങളുടെ ശരീരം കണ്ടില്ല നിങ്ങൾ, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവരോടാണ് അള്ളാന്റെ റസൂലിനോട് പറയുന്നത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന്. അവരോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ? ത്യാഗം പ്രസംഗിക്കാനുള്ളതല്ല, എഴുതാനുള്ളതല്ല, കാണാനുള്ളതല്ല. നിങ്ങൾ അങ്ങനെ അങ്ങ് വിചാരിക്കുന്നുണ്ടോ? കഴിഞ്ഞ കാല സ്വഹാബത്തിന്റെയും ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ മഹാനായ KM മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ വഹിച്ച ആ ത്യാഗത്തിന്റെ കഥകൾ പറഞ്ഞും അത് ചരിത്രമാക്കിയും എഴുതി പുസ്തകമാക്കിയും വിറ്റുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വ്യാമോഹമുണ്ടെങ്കിൽ മാറ്റിവെക്കുക. അല്പം നമ്മളും അധ്വാനിക്കേണ്ടി വരും, അല്പം ആ ത്യാഗത്തിന്റെ ചെറിയ ചില ചീളുകളെങ്കിലും നമ്മളും ഏറ്റെടുക്കേണ്ടി വരും എന്ന നെഞ്ചുറപ്പോടുകൂടി വേണം സഹോദരങ്ങളെ ഈ പ്രബോധനത്തിന്റെ ഈ സമരപാതയിൽ മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചില ആളുകളെ വിചാരാതാ, ഒരു വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വന്നാ ഞാനുണ്ട്, അല്ലേ? അങ്ങനെയുണ്ട്. കുറച്ച് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഖുറാഫികൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി വ്യാപകമായി വേദി കയ്യേറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചില സ്ഥലത്ത് നിന്ന്, എല്ലായിടത്തും അല്ല, ചില സ്ഥലത്ത് നിന്ന് ചില വളവന്മാരുണ്ട്, എന്ത് പരിപാടി തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യും. എങ്ങനെയുണ്ട്, വേറുണ്ടോ, കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമല്ല, എന്നാ ഞാനോട് വരാറ്, പ്രശ്നമൊന്നുമില്ല, എന്നാ ഞാനോട് വരാറ്. അപ്പൊ എന്താ ചോദിച്ചറിഞ്ഞ് പ്രശ്നമൊന്നുമില്ലെങ്കിൽ വരിക. അങ്ങനത്തെ ആൾക്കാരെല്ലാതിനും ആവശ്യം. മനസ്സിലായോ സഹോദരങ്ങളെ? പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കുറച്ചുണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. സ്വാഭാവികമായി പല രീതിയിൽ പ്രയാസം വരും. മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾക്കറിയാം, നമുക്കറിയാം. എന്താ, ഇത് എതിർപ്പുകളിലൂടെ വളർന്ന പ്രസ്ഥാനമാണ്. എതിർപ്പുകൾ ദഅവത്തിന്റെ മാർഗങ്ങളാക്കിയ പ്രസ്ഥാനമാണ്. ഇല്ലേ? ഒരു നിരാശയും ആർക്കും വേണ്ട. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാർ ഇന്നും ഇതാ പ്രസംഗിക്കെടുത്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് ദീനറിയാൻ. അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതെ, കാരണം എന്താ, ചർച്ചയാകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുമ്പിലാണ് ജനങ്ങൾ ഉണ്ടാവുക. മരിച്ചു കിടക്കുന്ന ആശയങ്ങളുടെ പിന്നാൽ ആളുകൾ ഉണ്ടാവുകയില്ല. ഏത് സന്ദർഭത്തെയും ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന അനുകൂലമായ ധാരണയാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിരാശയും നമുക്കുണ്ടാവേണ്ടതില്ല. എന്താ, ഈ പ്രസ്ഥാനം ഇപ്പോൾ നമുക്കറിയാം, ഞാൻ അധികം വിശദീകരിക്കേണ്ടതില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, പ്രസ്ഥാനത്തിന്റെ വലിയ മഹത്വമൊന്നും പറയണ്ട, ഞങ്ങളും മലയാളത്തിലെ പത്രം ഇറങ്ങണമൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്, ഇവിടെ ഇറങ്ങണ സീഡിയൊക്കെ കാണുന്ന ആളുകളാണ്. നിങ്ങൾ എവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് അറിയാം, നന്നായി അറിയാം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹത്വം ഒന്നും വല്ലാതെ പറയണ്ട, അല്ലേ? ചില ആളുകൾ പറയും, തല നീർത്തി നടക്കാൻ പറ്റുന്നുണ്ടോ നാട്ടില്? അല്ലേ? തല താഴ്ത്തിക്കൊണ്ടല്ലേ നടക്കാൻ കഴിയുന്നുള്ളൂ. മുജാഹിദിന്റെ ആളാണെന്ന് കഴിയണില്ല, പഴയ മാതിരിയല്ല, അല്ലേ? അങ്ങനെ പറഞ്ഞ് നിരാശരാക്കാൻ ആരും മെനക്കെടണ്ട. ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം, ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്താ സംഭവം എന്നറിയോ? ഏതൊരു വിഷയവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പാ. സംഗതി മനസ്സിലാകാതെ പോയാലേ പ്രശ്നമുള്ളൂ. ഒരു വെല്ലുവിളിയെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീർന്നു, അല്ലേ?
രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് രോഗമെന്ന് കണ്ടെത്തലാണ്, ഡയഗ്നോസ് ചെയ്യലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ മരുന്ന് കുടിക്കലതിൽ രണ്ടാമത്തെ ഘടകമാണ്. രോഗം എന്തെന്ന് കണ്ടെത്തലാണ് പ്രയാസം. മുജാഹിദ് കേരളം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള രോഗം കണ്ടെത്തി കഴിഞ്ഞു, ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചികിത്സ മാത്രമേ ആവശ്യമുള്ളൂ. അത് ചെയ്യാൻ മുജാഹിദുകൾ തയ്യാറാണ്. ആരും വിചാരിക്കേണ്ടതില്ല, മുജാഹിദുകൾക്ക് അതിനറിയാം. പ്രശ്നം കണ്ടെത്തി കഴിഞ്ഞു. ഇനി അല്പം തെറ്റിദ്ധരിച്ചവർ മാത്രം ഇൻഷാ അല്ലാഹ് അത് മാറും. പ്രശ്നം കണ്ടെത്തിയ പിന്നെ പരിഹരിക്കാൻ എന്താ പ്രയാസമുള്ളത്? ഏറ്റവും വലിയ ആരോപണം എന്താ? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന ഈ പ്രമേയവുമായി മുന്നോട്ട് പോകുമ്പോൾ അന്ധവിശ്വാസത്തിന്റെ പതിറ്റാണ്ട് എന്ന പ്രമേയവും വെച്ചുകൊണ്ടാണ് 10 വർഷം മുമ്പ് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ വരുന്നത്. കേട്ടാ തോന്നുന്നു ആദ്യമായിട്ട് പറയാണ്, ആദ്യമായിട്ടാണ് ഇപ്പൊ ഇത് പറയണത്. അല്ല, ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ സമയത്ത് തന്നെ അവർ പറഞ്ഞു വെച്ച കാര്യമാണ്. എന്താ അവർ സംഭവിപ്പിച്ചിരിക്കുന്നത് എന്നറിയോ? അന്ധവിശ്വാസത്തിനെതിരിൽ, ശിർക്കിനെതിരിൽ, ബിദ്അത്തിനെതിരിൽ സമരപോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രബോധന പ്രസ്ഥാനത്തെ തന്നെ അതണ്ട് ആരോപിച്ചവന് എളുപ്പമായല്ലോ. എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, എന്റെ അമ്മാവന്റെ മകൻ ഒരു കട തുടങ്ങി. ഒരു ചെറിയ ടൗണിൽ ഒരു കട തുടങ്ങി, ഒരു വലിയ പലചരക്ക് കട. ആ കട തുടങ്ങിയപ്പോ അതിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് രാത്രി സമയം പോയതറിഞ്ഞില്ല. കാരണം ആളുകളൊക്കെ പോയ ശേഷമുള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ കഴിയും. വലിയ കടയാണ്. അപ്പൊ ഷട്ടർ ഇങ്ങനെ ഏകദേശം ഒരു പകുതി തുറന്നു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവതൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നൈറ്റ് പെട്രോളിങ്ങിന്റെ പോലീസ് വന്ന് നിർത്തിയിട്ട് അവര് വിചാരിച്ചു എന്തത് കള്ളം കയറിയതാണ്. ഇവനെ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, എന്താ ഈ സമയത്ത് ഇവിടെ? ഞാനിതൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുക അതൊക്കെ അറിയാം, പണ വാറിന് സ്വന്തം കടയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് ദ്രോഹിക്കുകയാണ് പോലീസുകാർ. ഇങ്ങനെ തന്നെ കള്ളന്മാര് പറയല്, അവനാന്റെ തന്നെ പറയല്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആൾക്കാർ കയറി വന്ന് ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോണ ആൾക്കാരെ പിടിച്ചുകാണ്ട് പറയണെന്ത്, ഇത് നിങ്ങളതല്ല, നിങ്ങളൊക്കെ അന്ധവിശ്വാസത്തിന്റെ ആൾക്കാരാണ്, നിങ്ങൾക്ക് തൗഹീദ് പറയാൻ യോഗ്യതല്ല. ആരെ പിടിച്ചാ പറയണത്? ഈ തൗഹീദുമായി രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളെ പിടിച്ച് പറയാൻ അതിനുള്ളിൽ കയറി വന്നതാണ്. ആര്? മടവൂരികൾ തന്നെ. പുറത്തുനിന്ന് പറഞ്ഞു നോക്കി 10 കൊല്ലം നടന്നില്ല. 10 വർഷം പുറത്തുനിന്ന് പറഞ്ഞിട്ട് നടന്നില്ല. വാലും തിരിച്ചു പോകേണ്ടി വന്നു, വാലും മടക്കി തിരിച്ചു പോകേണ്ടി വന്നു. കട്ടുമുറിച്ച ക്ലിപ്പുമായി നാട് മുഴുവൻ നടന്നിട്ട് ഒരു സംഗതിയും കിട്ടിയില്ല, ഒരാളെ പോലും കിട്ടിയില്ല. അവസാനത് അവസാനിപ്പിച്ചു. പിന്നെ എന്താ ഇനി ചെയ്യാൻ ആലോചിച്ചപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു സബഇന്റെ പിന്മുറക്കാരായി കൊണ്ടവർ കടന്നു വരുന്നത്. എന്ത്? അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ജൂതൻ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് വന്ന് ശിർക്കും ഖുറാഫാത്തും ഷിയായിസവും ഇവിടെ പ്രചരിപ്പിച്ചത്. ഇല്ലേ? ഇതേപോലെ പുറത്തുനിന്ന് പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഉള്ളിലേക്ക് വരാൻ ശ്രമിച്ചു. അതിനാദ്യം പിടിച്ചത് ISMന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്ന KKP അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരനെയാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയുന്നു? ഞാൻ ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുമ്പോഴാണല്ലോ അദ്ദേഹം സംസ്ഥാന നിർവാഹക സമിതിയിലുള്ളത്. അതുകൊണ്ട് ആ ചാരപ്പണിയെടുത്ത ആ പ്രവർത്തകൻ അങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ഞാൻ തന്നെയാണ് പറയേണ്ടത്, അല്ലേ? അപ്പൊ നിങ്ങളല്ലേ അദ്ദേഹത്തെ കൊണ്ടുവന്നത്? എന്നിട്ട് വലിയ വർത്തമാനം പറയേണ്ട കാര്യമുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടുവന്ന ഒരുപാട് പ്രബോധകന്മാരുണ്ട്, ഇല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട്, അദ്ദേഹത്തിന്റെ ലാളനകൾ കേട്ട് ബഹുമാന്യനായ KP മുഹമ്മദ് മൗലവിയുടെ അങ്ങേയറ്റത്തെ സ്നേഹവായ്പോടുകൂടിയാണല്ലോ ഒരു സമയത്ത് ഹുസൈൻ മടവൂര് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന്റെ പേരിലാണ് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചെയ്ത ഈ പ്രസ്ഥാനത്തെ പിളർത്തി പുറത്തുപോയതിന്റെ ഉത്തരവാദിത്വം ആ ആദരണീയനായ മർഹൂം KP മുഹമ്മദ് മൗലവിയുടെ തലയിൽ കെട്ടിവെക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ സഹോദരങ്ങളെ? ഇല്ല, ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ കടന്നു വരികയും എല്ലാവരുടെയും മനസ്സ് ചുഴിഞ്ഞറിയാൻ നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശുദ്ധ മടവൂരിസമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഇവർ ഉപയോഗിച്ചു. ആ സലാം സുല്ലമിയും അതുപോലെ തന്നെ ആളുകളും ഇദ്ദേഹവുമായി ബന്ധമുണ്ടായി, പരസ്പര സംസാരങ്ങൾ ഉണ്ടായി. ആദ്യം ചെയ്തത് 2 കാര്യം അദ്ദേഹം ചെയ്തത്. ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ആദ്യം ചെയ്തത് അവർ വിതരണം ചെയ്തിരുന്ന CD വാങ്ങി. ഏതാ? നമ്മുടെ പ്രഭാഷകന്മാരുടെ ക്ലിപ്പിങ്ങുകൾ അടങ്ങിയ, സന്ദർഭത്തിൽ നടത്തിയെടുത്ത ക്ലിപ്പിങ്ങുകൾ അടങ്ങിയ സാധനം. അതൊരു ഡോക്യുമെന്ററി ആക്കി നമ്മുടെ ആളുകൾക്കിടയിൽ തന്നെ വിതരണം ചെയ്തു. നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാല് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ കൗൺസിലുകളാണ്. അത് KNMന്റെ കൗൺസിലാണ്. ആ കൗൺസിൽ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ അവർക്ക് കിട്ടാവുന്ന രീതിയിൽ വിതരണം ചെയ്യുവാനുള്ള സംവിധാനം
ഈ ചാരന്മാരുണ്ടാക്കി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. സ്വാഭാവികമായി നമ്മുടെ ആളുകൾക്ക് അത് കിട്ടി. നോക്കൂ നിങ്ങൾ, ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു മടവൂരി നിന്നുകൊണ്ട് ഇതാ ഈ CD ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറയും അല്ലേ, തട്ടി മാറ്റും. എന്താ കാരണം? അത് നിങ്ങൾ കുറെ കാണിച്ചതാണ്, തട്ടിപ്പാണതെന്ന് പറയും. എന്നാൽ അതേ CD-യുമായി ഞാൻ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു 8-10 കോപ്പി കൊണ്ടുവന്ന് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഒന്ന് കൊടുത്തിട്ട് പറയണ്, സമയം ഉണ്ടാവുമ്പോൾ ഇതൊന്ന് കാണണം, കുറച്ച് ഗൗരവമുള്ള വിഷയമാണെന്ന് പറഞ്ഞു കൊടുത്തു പോയാലോ? നിങ്ങൾ ചെന്ന് ഭക്ഷണം കഴിച്ച ഉടൻ എന്താണ്, അഷ്റഫ് തന്നൊരു CD ഉണ്ട്, എന്തൊരു ഗൗരവമുള്ള കാര്യം, ഒന്ന് കണ്ടു നോക്കുക എന്ന് പറയില്ലേ? കാണുക മാത്രല്ല, കണ്ട ഇതിൽ കാര്യമുണ്ടല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യും. കാര്യം എന്താ? ഞാൻ തന്നതാണ്. ഇതതിന്റെ പ്രത്യേകത. ആ രൂപമാണ് സ്വീകരിച്ചത്. അങ്ങനെ ഇത് പ്രചരിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, 2 പുസ്തകം ഇറക്കി, ഒരേ പുസ്തകം 2 രീതിയിൽ ഇറക്കി. അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി, അതും തന്നെ ഇവരുമായി കൂടിയാലോചിച്ച് എഴുതി തയ്യാറാക്കിയതാണ്. അത് ആദ്യം സംഘടനാ ചാനൽ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വിതരണം ചെയ്തു. ഒറ്റപ്പാലത്തു നിന്നും ഒലവക്കോട് നിന്നും എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോഴിക്കോട് നിന്നും ഒരു 8 പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ട്. ISMന്റെ സംസ്ഥാന നിർവാഹക സമിതി എന്ന പേരിലാണ് ആ പുസ്തകം തയ്യാർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അറിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എന്താണ് ആ പുസ്തകത്തിലുള്ളത്? അത് മടവൂരികൾ ഇത്ര കാലം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കാരാണ് എത്തിച്ചു തന്നത്? അത് കോഴിക്കോടുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ തന്നെയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ആ ചാനൽ നോക്കൂ നിങ്ങൾ. ആ പുസ്തകം വിറ്റ് തീർന്ന് 2ാം എഡിഷൻ ഇറക്കി. അബ്ദുറഹ്മാൻ ഇരുവേറ്റി അതിന് ആമുഖം എഴുതി. മാത്രവുമല്ല, ഹുസൈൻ മടവൂർ പങ്കെടുത്ത അവരുടെ സംസ്ഥാന ഒരു യോഗത്തിന്റെ സംസ്ഥാന ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് അതിന്റെ 2ാമത്തെ എഡിഷൻ പുനഃപ്രകാശനം ചെയ്തു. അപ്പൊ ആ ബന്ധം മനസ്സിലായില്ലേ ശരിക്ക്? ഈ പുസ്തകത്തെ സംബന്ധിച്ച് ശബാബ് വാരികയിൽ ഇതാ ഒരു ചെറിയ പയ്യൻ വന്നിരിക്കുന്നു, രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരു KKP അബ്ദുള്ള ഉണ്ടായിരിക്കുന്നു. 10 വർഷം ഇത് അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ കേൾക്കാതിരുന്ന ആളുകൾ ഇതാ അവരുടെ നേതൃത്വവും ആളുകളും ഒക്കെ പോയിട്ടുണ്ട് എന്ന് അവരിൽ നിന്ന് തന്നെ ഒരാൾ പറയുന്നു എന്ന് പറഞ്ഞ് 1.5 പേജുള്ള ഒരു അവലോകനം, ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് പറഞ്ഞിട്ട്. ആര്? നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തൻ എഴുതിയ പുസ്തകം അവര് വായിക്കണം എന്ന് അവർ പബ്ലിസിറ്റി കൊടുക്കുക. ഇതാണ് ആ പരസ്പരമുള്ള ബന്ധം. നമ്മൾ അന്ന് തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കേരള ജംഇയ്യത്തുൽ ഉലമ അദ്ദേഹത്തെ കണ്ടെത്തുകയും ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞ പ്രയോഗം എന്താ അറിയോ? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിലുള്ള ചാരനാണ്, ഇത് ഗൂഢസംഘത്തിലെ ഒരു മെമ്പറാണ് എന്നാണ്. വളരെ സൂക്ഷ്മതയുള്ള പ്രയോഗമാണത്. ഒരാൾ മാത്രമല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഗൂഢസംഘത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിൽ രൂപം കൊണ്ട ഗൂഢസംഘത്തിലെ ഒരു മെമ്പറാണ് എന്നാണ്. ബാക്കിയുള്ള മെമ്പർമാരെ മുജാഹിദുകൾ പൊക്കിക്കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. സംശയിക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ. ഇതാണ് ഈ വിഷയത്തിനുണ്ടായിട്ടുള്ള, വേറൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. എന്താ വിഷയം? അത് ഇതിന്റെ ഉള്ളിൽ കയറി, അത് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, മുജാഹിദ് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചവർക്ക് പോകാനും പറ്റുതാ. ആ ആളിപ്പതിന്റെ ഉള്ളിലില്ല, തിരിച്ചു പോയി, സ്വന്തം പോയി, നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പോയി. കുറെ ഖുതുബ പറഞ്ഞ് പിടിച്ചു നിന്നു നോക്കി, പക്ഷെ നടന്നില്ല. ഇന്നതാ മടവൂരികളുടെ പാലക്കാട് നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ച് നടക്കുകയാണ്. അന്വേഷിക്കങ്ങള്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ ചാരപ്പണിയിലൂടെയാണ് സഹോദരങ്ങളെ ഇത് യഥാർത്ഥത്തിൽ നടന്നത്. എന്നിട്ട് എന്താ കാര്യമായി പറയുന്നത്? നേരത്തെ പറഞ്ഞത് തന്നെ MI മുഹമ്മദ് അലി സുല്ലമി 2001 പറഞ്ഞു, ഇതാ മൻഹജുസ് സലഫിന്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് AP വിഭാഗമെന്ന്. ഇല്ലേ? ജിന്നുബാധയും സിഹറുബാധയുമാണ് പ്രശ്നമെന്ന് പറഞ്ഞു. ഇന്നും ഇതാ അത് തന്നെയാണ് പറയുന്നത്. കേരള മുസ്ലിം സമൂഹം തള്ളിക്കളഞ്ഞ ജിന്നുബാധ, സിഹറുബാധ തുടങ്ങിയ അന്ധവിശ്വാസങ്ങളെ പുനരാനയിച്ച് നവോത്ഥാന പാതകളെ കഴിഞ്ഞ 10 വർഷമായി മലീമസമാക്കുന്നവർ കടുത്ത അനീതിയാണ് കാട്ടുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ പറഞ്ഞു. ഒരു പ്രഭാഷണത്തിൽ ഒക്ടോബർ 19 ഇറങ്ങിയ ശബാബിൽ ഇപ്പോൾ പറയുന്ന സംഗതിയാണ് സഹോദരങ്ങൾ. വീണ്ടും അതെന്നെ ആവർത്തിക്കുക. എനിക്ക് എന്റെ മടവൂർ വിഭാഗത്തിലുള്ള ഏതെങ്കിലും സഹോദരങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇതുവരെ ആ വിഷയം പഠിക്കുന്നില്ല. ഇത് ഈ കേരള നേതൃത്വ മുജാഹിദീനെയും അതിന്റെ പണ്ഡിതന്മാരെയും അടിക്കാനുള്ള ഒരു വടിയായി മാത്രമേ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം പഠനം തുടങ്ങേണ്ടത് നിങ്ങൾ ശബാബിൽ നിന്ന് തന്നെയാണ്. ശബാബിൽ നിന്ന് തന്നെ തുടങ്ങണം. അങ്ങനെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ എന്താ അന്ധവിശ്വാസം? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു കാര്യത്തിലും വസത്തിയായ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. എന്താ വസത്തിയായ നിലപാടെന്ന് പറഞ്ഞാൽ? ഒരു പേന എടുത്തിട്ട് മധ്യമ നിലപാട് എന്നാണല്ലോ എന്റെ അർത്ഥം. ഇങ്ങനെ പിടിച്ച് മധ്യത്തിൽ പിടിച്ച്, ഇതാണോ മധ്യമ നിലപാട്? ഒരു തെറ്റുണ്ട്, ഒരു ശരിയുണ്ട്. അപ്പോൾ ആ തെറ്റിന്റെയും ശരിയുടെയും മധ്യത്തിൽ നിൽക്കുക, അഥവാ കുറച്ച് ശരി എടുക്കുക, കുറച്ച് തെറ്റെടുക്കുക, അങ്ങനെ മധ്യത്തിൽ നിൽക്കുക, മധ്യസ്ഥനാകുക. അതിനാണോ വസത്തിയായ നിലപാട് എന്ന് പറയാ?
അങ്ങനെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. രണ്ടും കുറച്ച് ശേഷം എടുക്കുക അല്ലേ, എന്നിട്ട് മദ്യം പറയാം. നമ്മുടെ നാട്ടിൽ മദ്യം പറയണ പോലെ അതിനല്ല പറയാ, മറിച്ചെന്താ, വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലുമുള്ള കാര്യങ്ങളിൽ അതിൽ നിലകൊള്ളുക, അതിനാണ് മധ്യമമായ നിലപാട് എന്ന് പറയാം. ദീന് പറഞ്ഞോടത്ത് നിൽക്കുക, അതിനാ മസത്തിയായ നിലപാട് എന്ന് പറയാം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാര്യത്തിലുള്ളത്. ഒരിക്കലും തീവ്രമാവുകയില്ല, ഒരിക്കലും ജീർണതയിലേക്ക് കൂപ്പുകുത്തുകയുമില്ല. എന്നാൽ മറ്റുള്ളവരൊക്കെ ചെയ്യാറുള്ളത് എന്താ, ഒന്നുകിൽ പാഠ നിഷേധിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രീമിസത്തിലേക്ക് പോവുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്താ ഇതൊക്കെ പോയി വീണ്ടും പറയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ സഹോദരങ്ങളെ. എത്ര പെട്ടെന്ന് ആളുകൾ മറന്നു പോകുന്നത് കാര്യങ്ങൾ അല്ലേ. ഏതൊരു വിഷയങ്ങൾ എടുത്തു നോക്കി, നമ്മൾ ഒരിക്കലും തന്നെ മാങ്ങ ചെത്തുമ്പോണ്ടൊരു പരിപാടി എന്താ അറിയോ, മാങ്ങ പൊട്ട സ്പീഡ് ചെത്തുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കേടെന്തേലും കണ്ടാൽ ആ ചെത്തണ സ്പീഡിൽ എന്ത് ചെയ്യും, നല്ല പൂള് കണ്ട് തെറിച്ചു പോകും. അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കൂല മുജാഹിദ് പ്രസ്ഥാനം. മനസ്സിലായോ? ബിദഅത്ത് ഇങ്ങനെ ചെത്തി ഒഴിവാക്കുമ്പോ അതിന്റെ കൂടെ സുന്നത്തങ്ങാനും തെറിച്ച അത് കുമ്പിട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് തന്നെ എടുക്കും. മനസ്സിലായോ? എന്നിട്ട് അതിത്തെ ബിദഅത്ത് മാത്രം ഒഴിവാക്കി സുന്നത്തിന്റെ എടുക്കും. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ബിദഅത്തെ ഒഴിവാക്കുള്ളൂ, സുന്നത്ത് എടുക്കും. ശിർക്ക ഒഴിവാക്കുക, തൗഹീദ് എടുക്കും. തൗഹീദ് ഒഴിവാക്കൂല, സുന്നത്ത് ഒഴിവാക്കൂല. മനസ്സിലായുണ്ടോ? ഏത് കാര്യങ്ങൾ എടുത്തു നോക്കി, അതിന്റെ പേരിലാണ് നമുക്ക് ആരോപണം. ഖബറിങ്ങ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല, ഉറൂസ് നടത്താൻ പാടില്ല എന്ന് നമ്മൾ പറയും അല്ലേ. എന്നാ പറയുന്നതിനോടൊപ്പം നമ്മൾ പറയും ഖബർ സിയാറത്തുണ്ട് കേട്ടോ എന്ന് പറയും. മനസ്സിലായോ? ഉള്ളതിനെ അവിടെ നിലനിർത്തും, ഇല്ലാത്തതിനെ തള്ളിപ്പറയും. എന്നാലും ആരോപണം എന്താ, ഇവർക്ക് ഖബർ സിയാറത്തില്ല എന്നാ. വേറെ വിഷയം. നമസ്കാരം കഴിഞ്ഞാൽ കൂട്ടമായി പ്രാർത്ഥന പാടില്ല, അതിനോടൊപ്പം പറയും ഒറ്റക്ക് തൊഴണ്ടട്ടോ, ഒറ്റക്ക് പ്രാർത്ഥന ഉണ്ട്. ഉള്ളതവിടെ ഇടും, മറ്റേത് ഒഴിവാക്കും. മനസ്സിലാണ്ടോ? മരിച്ചാൽ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ തെൽക്കീന് ചെല്ലൂല, തസ്ബീത്ത്. മനസ്സിലാണ്ടോ? തസ്ബീത്ത് നിലനിർത്തും, തെൽക്കീൻ ഒഴിവാക്കും. നെല്ലും പതിരും തിരിച്ചിട്ടാ നമ്മൾ പോവുക, അല്ലാതെ ഒക്കെപ്പാട് അടച്ചാക്ഷേപിക്കുന്ന പരിപാടി നമുക്കില്ല. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ സിഹിർ, എന്താ, സിഹിറിന് ഹക്കീക്കത്തുണ്ടോ? ഈ വിഷയത്തിൽ രണ്ട് നിലപാടാണ് ആളുകൾക്കുള്ളത്. എന്താ, ഒന്ന് പാടെ നിഷേധിക്കുക, അതൊന്നുമില്ല, നിങ്ങൾ എനിക്ക് സിഹിർ ചെയ്തോളി, വെല്ലുവിളി, സലാസുല്ലമിയുടെ വെല്ലുവിളി, പാടെ നിഷേധിക്കുക. വേറെ ചില ആൾക്കാരോ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയും കുടുംബങ്ങൾ ഛിദ്രമാവുകയും പണിക്കന്മാരെടുത്തും ജ്യോത്സ്യന്മാരെടുത്തും അതുപോലെയുള്ള അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ ആണ്ടുപോയ ഒരു സമൂഹമാണ് വേറെ ഒന്നുള്ളത്. ഈ രണ്ടിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്തമാണ്. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ മധ്യമമായ നിലപാടിലാണ്. എന്താ മധ്യമമായ നിലപാട്? സിഹിർ ബാധയുണ്ടോ? അതിന് ഹക്കീക്കത്തുണ്ടോ? ഉണ്ട്. പാട നിഷേധിക്കുന്ന സ്വഭാവം ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും അതിനെ പാട നിഷേധിക്കുന്ന രീതിയല്ല ഉള്ളത്. അത് ഉണ്ട് എന്ന് പറയും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കടക്കം സിഹിർ ബാധിച്ചതിനെ പറ്റി നമുക്കറിയാം, ശബാബിൽ വന്ന കാര്യം. ആദ്യം ഞാനത് പറയാം. വടവൂർ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇത് കേൾക്കണം. എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ ആ ഹദീസ് തള്ളിക്കളയേണ്ടതാണ് എന്ന് നാട് മുഴുവൻ പ്രസംഗിച്ചപ്പോൾ ബഹുമാനായ ചെറിയ മുണ്ടം എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റു സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേയുള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാനിടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. ശബാബ് 2005 ജനുവരി 21.